ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പൊ കുറെ ദിവസമായിട്ട് ഒരു ലോങ് വീഡിയോ എടുക്കണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ ഇന്ന് അവധിയൊക്കെ ആയപ്പോൾ മഴയായതുകൊണ്ട് ഞങ്ങൾക്ക് ലീവാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാം. സാധാരണ ഞാൻ ഇങ്ങനെ നല്ല ഉണ്ടാവുക. ഇന്നിപ്പോ വീഡിയോ എടുക്കാനുള്ളത് നേരത്തെ നല്ല 9 മണിക്ക് എണീറ്റ് ചായ ഒക്കെ കുടിച്ച് മേലൊക്കെ കഴുകി പുതിയ ഡ്രസ്സല്ല, വീട്ടിൽ നിന്നുള്ള ഡ്രസ്സ് തന്നെയാണ്. പക്ഷെ ഈ ഡ്രസ്സൊക്കെ എടുത്തിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ പരിപാടിയൊന്നുമില്ല. എനിക്ക് ഈ ലോങ് വീഡിയോ എടുക്കാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഇങ്ങോട്ടും നിൽക്കുന്നു. ക്യാമറ ഇവിടെയുള്ളത്, പക്ഷെ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടും നിൽക്കുന്നു. അപ്പം ഈ ഒരു വീഡിയോയിൽ ഫുൾ ഓഫ് മിസ്റ്റേക്സ് ആയിരിക്കും, കാരണം ഫസ്റ്റ് വീഡിയോ ആണല്ലോ. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം. നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഹലോ ഗൈസ്, അപ്പൊ ഞാനിപ്പോ എന്റെ തറവാട്ടിൽ വന്നാണ്. ഞങ്ങളെ വീട്ടിലേക്കുള്ള വെള്ളം ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മോട്ടർ അടിക്കുക ചെയ്യുന്നത്. അപ്പം അതിന് മോട്ടർ അടിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. അപ്പം സത്യം പറഞ്ഞാൽ ഇന്നിപ്പോ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുത്തുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രൊഡക്റ്റീവ് ആയ പോലെ തോന്നി. ഞാൻ കുറെ കാര്യം ചെയ്തു. എന്റെ സ്ക്രീൻ ടൈം ഒക്കെ നല്ലോണം കുറഞ്ഞു. അല്ലാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഒക്കെ സ്ക്രോൾ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഇന്ന് അങ്ങനെ സ്ക്രോളിംഗ് ഒന്നുമില്ല. ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തു. ബുക്ക് വായിച്ച്, പിന്നെ ഒരു ബുക്ക് മാർക്കർ ഉണ്ടാക്കി, പിന്നെ കറക്റ്റ് ടൈമിൽ ഫുഡൊക്കെ കഴിച്ച്, പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ ഷോർട്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത്. നിങ്ങൾ എന്തായാലും അത് കാണണം ഗൈസ്. പ്ലീസ് അതിന് കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ ഇമോജീസ് കമന്റ് ചെയ്യുന്നതിന് പകരം എന്തെങ്കിലുമൊക്കെ ഒരു ടൈപ്പ് ചെയ്ത് കമന്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഒന്നും ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അതൊക്കെ ചെയ്യാ. പിന്നെ എന്താ പറയാൻ വന്നത്? അപ്പൊ ഞാൻ ഭയങ്കര പ്രൊഡക്റ്റീവ് ആയി നിന്ന്. ടോട്ടലി പറയാനാണെങ്കിൽ ഭയങ്കര പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കുക, ഇന്നിങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ എടുത്താലോ, അങ്ങനെയാകുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടുമല്ലോ. ഇനി ഫുള്ളാക്കാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ ഞാനെടുത്ത വീഡിയോസിനൊക്കെ ഭയങ്കര ക്ലാരിറ്റി കുറവുണ്ടാവും. നിങ്ങളത് ക്ഷമിക്കണം പ്ലീസ്. നമ്മളിങ്ങനെ വീഡിയോ ഇട്ടിട്ട് റെഡി ആയിട്ട് ഒരു സമയം എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അടിപൊളി ക്യാമറ ഒക്കെ വാങ്ങി അതിൽ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുക, കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. അപ്പൊ അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഇപ്പം എന്റെ തറവാട്ടിലെ കുറച്ച് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പൊ കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിരുന്നു, ഫോണൊന്നും നോക്കിയില്ല, സ്ക്രോൾ ചെയ്തില്ല എന്നൊക്കെ. പക്ഷെ അത് പറയേണ്ട താമസം. ഞാൻ താഴെ മോട്ടർ അടിച്ച് എന്റെ വീട്ടിൽ വന്ന് കേറിയപ്പോ തൊട്ട് ഞാൻ ഫുള്ള് സ്ക്രോളിങ് ചെയ്തു. ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ കുറെ ടൈം കളഞ്ഞു. പിന്നെ യൂട്യൂബിലെ വീഡിയോസ് നോക്കി അങ്ങനെ ഞാൻ കുറെ സമയം കളഞ്ഞ്. ഇപ്പൊ ഒരു 5:30 ആവാനായപ്പോഴാണ് അയ്യോ ഞാൻ വീഡിയോ എടുക്കണമല്ലോ, പ്രൊഡക്റ്റീവ് ആണെന്ന് വിചാരിച്ചതാണ് ഒന്നും ചെയ്തില്ലല്ലോ എന്ന് ചിന്തിച്ചത്. അപ്പൊ ഒരു സ്കിൻ കെയർ പ്ലസ് ഹെയർ കെയർ പ്ലസ് ലിപ് കെയർ ഒക്കെ ചെയ്തിട്ട് പോയി കുളിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ വലിയ സ്കിൻ കെയർ അങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ട് എന്ന് വെച്ചാൽ വളരെ ചെറുതായിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പൊ അത് ചെയ്തിട്ട് പോയി കുളിക്കാം. ഞാൻ തലയിൽ ഈ ഒരു എണ്ണയാണ് തേച്ചത്. അപ്പൊ നമ്മൾ എണ്ണ തേച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ
അപ്പം അപ്പം നമ്മൾ മുഖമെല്ലാം കഴുകി വന്ന്, ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല മഴയിൽ വെച്ചേക്കോ, കാരണം ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേ മുഖം നന്നായിട്ട് കഴുകുക, എന്നിട്ട് മാത്രം ഫേസ് മാസ്ക് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം കാണുന്നില്ലല്ലേ? തൈരാണ് നമ്മളെ ഫേസ് മാസ്ക്. തൈരിന്റെ അകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാപ്പിപ്പൊടി ഇടാം, തക്കാളി ഇടാം, പേരക്കേന്റെ ഇല ഇടാം, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇട്ടിട്ട് നിങ്ങൾക്ക് തൈര് ഫേസ് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷെ ഞാനിവിടെ തൈര് മാത്രമാണ് യൂസ് ചെയ്യുന്നത്, വിച്ച് ഇസ് ഓൾസോ ഗുഡ്. തൈര് മാത്രം നമ്മൾ ഫേസിൽ ഇടുന്നത് നല്ലതാണ്, സ്കിൻ ബ്രൈറ്റൻ ചെയ്യും. ചിലർക്ക് എന്തോ പ്രശ്നം ഉണ്ടാകും കേട്ടിട്ട്, പക്ഷെ എന്റെ സ്കിന്നിന് വലിയ കുഴപ്പമൊന്നുമില്ല. സോ ഞാൻ തൈരാണ് ഇടാൻ പോകുന്നത്, തൈര് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. പിന്നെ ചിലരുടെ സ്കിന്നിന് തൈര് പറ്റില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഇടാൻ. ഓക്കെ, ഇങ്ങനെ ചില വ്ളോഗേഴ്സ് യൂട്യൂബിൽ ഭയങ്കര ആസ്തറ്റിക് ഒക്കെ ആയിട്ട് സ്കിൻ കെയർ, ഹെയർ കെയർ ഒക്കെ ചെയ്യില്ല. അതുപോലൊക്കെ ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് അതിനുള്ള ക്ഷമയില്ല. എനിക്ക് അത് ചെയ്യാനുള്ള ക്ഷമ എന്ന് പറഞ്ഞ സാധനം തീരെ ഇല്ല. എനിക്ക് ഇത് ചെയ്യുമ്പോൾ പെട്ടെന്ന് തീർത്ത് വേഗം പോയി, അങ്ങനെ അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫുള്ള് മെസ്സായിരിക്കും. ഞാൻ ചെയ്യുന്ന ഈ ഒരു വീഡിയോ ഫുൾ ഓഫ് മെസ്സായിരിക്കും, അത് ക്ഷമിക്കല്ല. ഓക്കെ, അപ്പൊ നമ്മള് ഫേസ് മാസ്ക് ഇട്ട് ഇനി ഒരു 30 മിനിറ്റ്സ് ഒക്കെ വെക്കണം. ഒരു 15 മിനിറ്റ്സ് ഫേസിൽ വെച്ചിട്ട് കഴുകി കുളിക്കാൻ പോകും. ഞാനിപ്പോ 15 മിനിറ്റ്സ് ഫേസിൽ വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോകും. ഇനി കുളിച്ച് വന്നിട്ട് കാണാം. ഓക്കെ, ബൈ.